ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അനദർ വീക്കെൻഡ് വ്ളോഗ്. അപ്പം ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് തൊട്ടൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ ക്രേവിങ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീക്കെൻഡിൽ ഫുൾ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചേക്കുന്നത്. അപ്പം 90% ഈ വ്ളോഗിനകത്ത് ഫുഡായിരിക്കും. ബാക്കി ഒരു 10% സം റാൻഡം മൂവ്മെന്റ്സ്, ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടാവും, അങ്ങനെ പിന്നെ ജിം, പ്ലേ ഏരിയ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. So hope you will enjoy this vlog, and yeah, if there is any suggestions or recommendations, please let me know through comments. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതുവരെ എനിക്കൊരു പ്രോപ്പർ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് മൺഡേ ആണ്. എപ്പോഴും ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ കൂടെ കൊച്ചുണ്ടാവും, എനിക്ക് എടുക്കാൻ പറ്റാറില്ല ഇൻട്രോ. So let's rewind a little and start from Friday. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റ്. ഷാർജയിൽ അൽമജാസ് 1-ലാണിത്. മദ്ഫൂൻ അൽ ഖൈമ. നമ്മളിവിടെ കയറിയപ്പോൾ തൊട്ട് എന്താ മുന്തിരി ഫ്രൈ ചെയ്തതിൻ്റെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ മണം അടിച്ചിട്ടും ഭയങ്കര നല്ലുണ്ട്. ഇച്ച ക്യാഷ് കൊടുക്കുന്നത് അല്ലേ? ബാഗിനകത്ത് എന്തൊക്കെയുണ്ട്? ഓക്കെ, സൂപ്പ് നോക്കട്ടെ. സൂപ്പ് എങ്ങനെയുണ്ട്? ആണോ? സൂപ്പ് വേണോ? അങ്ങനെ ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഡിഷിൻ്റെ പേര് മീറ്റ് മദ്ബിയാണ്. അപ്പോൾ ഫുഡ് വന്നു. ഡിഷിൻ്റെ പേര് മീറ്റ് മദ്ബി. ഓക്കെ, അപ്പോൾ ആ ചേട്ടൻ ഇച്ചയുടെ ബേബിന്ന് വിളിച്ചു. നമ്മള് വലിയതല്ലേ, തുറക്കാൻ പറ്റുന്നില്ല. മുന്തിരി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുന്തിരി കിട്ടിയില്ല. ഇവളോടും പറഞ്ഞു മുന്തിരി ഉണ്ടെന്ന്. നമുക്ക് തന്നില്ല ഇച്ച മുന്തിരി. അവരിങ്ങനെ ഫ്രൈഡ് ഓണിയൻസ്, ഫ്രൈഡ് നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് ഈ ഡിഷ് ഒരു 6 out of 10 ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര അടിപൊളിയല്ല, ബട്ട് കുഴപ്പമില്ല, മോശമില്ല. അങ്ങനെയുണ്ട്. ഇത് ബീഫാണ് കേട്ടോ, പറയാൻ മറന്നു. ഇത് ഞങ്ങൾ ഡിസേർട്ടായിട്ട് ഓർഡർ ചെയ്തതാണ്, കാരമൽ റൈസ് പുഡിംഗ്. ഇറ്റ് വാസ് ടു ഗുഡ്. വേണോ? എങ്ങനെയുണ്ട്? നല്ല ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര മധുരമില്ല. ഇതിൻ്റെ പേര് കാരമൽ റൈസ് പുഡിംഗ്. ഭയങ്കര ടേസ്റ്റ്. ഇവിടെ അടി ഈശക്കാരി. ഓക്കെ, മീറ്റൊക്കെ നല്ലപോലെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇത് ഇഷ്ടമാണ്. ലൈക്ക് മൈ ഹസ്ബൻഡ്. എനിക്ക് കുറച്ചുകൂടെ ചിക്കനാണ് ഇഷ്ടം. ആൾക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഡെസേർട്ട് അടിപൊളിയാണ്. ഡിന്നർ കഴിഞ്ഞ് വീട്ടിലെത്തി. റീസെൻ്റ്ലി ഞങ്ങൾ ഫ്രെം എന്ന സീരീസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാ എപ്പിസോഡിലും ഒരു ക്ലിഫ് ഹാങ്ങറിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡും കൂടെ കണ്ടിട്ട് കിടക്കണം അങ്ങനെ തോന്നും. അപ്പോൾ ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ഇതിപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആയി. സോറി,
നൂണായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. ഇപ്പോൾ ലഞ്ചിന് സ്റ്റേഡിയത്തിലുള്ള സൽക്കാരയിലോട്ടാണ് പോകുന്നത്. സൽക്കാരയുടെ റിവ്യൂ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അവിടുത്തെ മീൽസ് ഇഷ്ടമാണ്, ബിരിയാണി ഇഷ്ടമാണ്, ഫിഷ് കറി ഇഷ്ടമാണ്. ഇവിടെ കുറേ ആളുകളുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചേട്ടൻ എന്താ ചെയ്യുന്നത്, തണ്ണിമത്തൻ വിൽക്കുന്നു. അപ്പോൾ ഒരു കുട്ടി തണ്ണിമത്തൻ ചിക്കൻ വേണോ? വേണ്ടല്ലോ. ഇഷ്ടമല്ലാതല്ലേ പറഞ്ഞേ? വേണോ? വേണ്ടല്ലോ. ഇഷ്ടമല്ലാതല്ലേ പറഞ്ഞേ? ചാക്ക് ഇഷ്ടമാണ്. അതെല്ലാം അടിപൊളി. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചു. വീട്ടിൽ പോകണം, ഇച്ചിരി ഉറങ്ങണം, ഇച്ചിരി നേരം ഉറങ്ങണം. എന്നിട്ട് വൈകുന്നേരം മമ്മ ജിമ്മിൽ പോവും, ഇച്ച പ്ലേ ഏരിയ പോവും. ഓക്കെ, ഇച്ച ബൈ. ഇപ്പൊ ഇല്ല, ഉറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ലോങ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ജിമ്മിൽ നിന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ട് ചെയ്തു. ജിമ്മ് കഴിഞ്ഞ് നേരെ ഡിന്നർ പ്ലാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഷവർ എടുത്ത് റെഡിയായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇർസേനെ പിക്ക് ചെയ്യണം. എൻ്റെ ജിമ്മിൻ്റെ ഓപ്പോസിറ്റുള്ള പ്ലേ ഏരിയ തന്നെയാണ് അവൾ പോയത്. നെക്സ്റ്റ് സ്റ്റോപ്പ് എൻ്റെ പുതിയ ഗ്ലാസ്സസ് കളക്ട് ചെയ്യാനാണ്. ആക്ച്വലി ഞാൻ 4th സ്റ്റാൻഡേർഡ് തൊട്ട് കണ്ണാടി വെക്കുന്ന ഒരാളാണ്. അതായത് ഏകദേശം ഒരു 20 വർഷമായി ഞാൻ ഈ കണ്ണാടി വെക്കാൻ തുടങ്ങിയിട്ട്. ഇപ്രാവശ്യം ഞാനൊരു ബ്ലാക്ക് തിക്ക് വലിയ ഫ്രെയിമാണ് നോക്കി ചൂസ് ചെയ്തത്. കോണ്ടാക്ട് ലെൻസസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് പേഴ്സണലി എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ലാസിക് സർജറി ചെയ്യാനുള്ളൊരു ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. ഡിന്നറിന് ഞങ്ങൾ ദേരയിലുള്ള മാലിക് റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ നിന്ന് എൻ്റെ സിസ്റ്റർ അവളുടെ ഹസ്ബൻഡും ജോയിൻ ചെയ്തു. അങ്ങനെ സൺഡേ മോർണിംഗ് ആയി. ഇന്നത്തെ പ്ലാൻ ഒരു റിലാക്സ്ഡ് ബ്രഞ്ചാണ്. ഞങ്ങൾ ജുമേറയിലെ ലവാഷിലേക്കാണ് പോകുന്നത്. ഇവിടെ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. സൺഡേസിൽ മിക്കവാറും തന്നെ ഇവിടെ തിരക്കുണ്ടാവും. ഒരു 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു.
ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. ഡിഫറെൻറ്റ് പ്രൈസ് പാക്കേജസ് ഉണ്ട്. 49 ദിർഹം, 69, 89 അങ്ങനെ കുറേ. ആൻഡ് ഞങ്ങൾ എടുത്തത് ഈ 49 ദിർഹത്തിൻ്റെ പാക്കേജാണ്. ഒരു ടേബിളിലെ എല്ലാവരും സെയിം എമൗണ്ട് പാക്കേജ് തന്നെ വേണം എടുക്കാൻ. അതും ഇവരുടെ ഒരു റൂളാണ്. ഈ 49 പാക്കേജിൽ 9 ഡിഷസ് ഉണ്ട്. അതിൽ അറ്റ് എ ടൈം നമുക്ക് 2 ഡിഷ് ഓർഡർ ചെയ്യാം. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം. പക്ഷെ ഒരു സെക്കൻഡ് റൗണ്ടോടുകൂടി ദാറ്റ് ഈസ് 4 ഡിഷസ് ആണ് മാക്സിമം കഴിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇവിടെ ഈ മെക്സിക്കൻ ഓംലെറ്റ് ഇഷ്ടമാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം ദാ ഈ ഹണി ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. നമ്മളെ ടിപ്പ് ഫോളോ ചെയ്തില്ല. ഞങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്താ ബ്ലൂബെറി എവിടെ? എന്താ സ്ട്രോബെറി ബ്ലൂബെറി ഒരു എക്സ്ട്രാ 10 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കുറേ വേറെ വേറെ ഐറ്റംസ് ഉണ്ട്. സാലഡ്, കുറച്ച് എക്സോട്ടിക് സാധനങ്ങൾ, ടോഫു, എഗ് റോൾസ്. കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഫുള്ളായി. ലാസ്റ്റത്തെ ഒരു ഡെസേർട്ടും കൂടെ ഓർഡർ ചെയ്തിട്ട് ബൈ പറയൂ. എങ്ങോട്ട് വെച്ച് നടക്കുന്നേ? പേ ചെയ്യാൻ പോവാനോ? കേട്ടോ, ചെയ്തു. നീ ബില്ല് തരാം. Hope you enjoyed this vlog. If you did, don't forget to like, share and subscribe. Thank you so much for watching.